വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. മാസ്റ്റർ കി അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് CSCBയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആൻഡ് എക്സ്പ്ലനേഷൻ ആണ്. 2024 നടന്ന 2-3 പരീക്ഷകളുടെ കുറച്ച് GK ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ്. പരീക്ഷകളൊക്കെ വരാൻ പോവുകയാണ്, എല്ലാവരും തയ്യാറെടുത്തിരിക്കുക. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ ഏതാണ്? നമ്മൾ ദേശീയ ഗാനത്തെ പറ്റി ഇതിനു മുമ്പ് ഒരു ക്വസ്റ്റ്യൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. ദേശീയ ഗാനം രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ഓപ്ഷൻസ്: ഗുജറാത്തി, ഹിന്ദി, ബംഗാളി, സംസ്കൃതം. നമ്മുടെ ആൻസർ ബംഗാളിയാണ്. അന്നേരം നമ്മുടെ ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ ഏതെന്ന് ചോദിച്ചാൽ ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ടാഗോർ തന്നെയാണ്. അന്നേരം ജനഗണമന രചിച്ചതും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദേശീയ ഗീതത്തെ പറ്റിയുള്ള കുറച്ച് എക്സ്പ്ലനേഷനാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ദേശീയ ഗാനം ജനഗണമന, ദേശീയ ഗീതം വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. അന്നേരം വന്ദേ മാതരം രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. എന്നാൽ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം INC സമ്മേളനം. INC ഒക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. അന്നേരം വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസിന്റെ സമ്മേളനം, INCയുടെ സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കട്ട സമ്മേളനം. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കട്ട സമ്മേളനമാണ്. അത് നടന്നത് 1896. അതായത് 1896 കൊൽക്കട്ട സമ്മേളനത്തിൽ വെച്ചാണ് വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത്. അത് ആലപിച്ചത് ആരെന്ന് ചോദിച്ചാൽ രവീന്ദ്രനാഥ ടാഗോറും. ആ സമയത്തെ INCയുടെ, അതായത് 1896 വന്ദേ മാതരം ആലപിച്ച കൊൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ റഹ്മത്തുള്ള സയാനിയാണ്. കേന്ദ്രം 3-4 ക്വസ്റ്റ്യൻ വിടുന്നുണ്ട്. അതായത് വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC സമ്മേളനം കൊൽക്കട്ട സമ്മേളനമാണ്. അത് 1896 ആ സമ്മേളനം നടന്നത്. അതിന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചാൽ റഹ്മത്തുള്ള സയാനിയാണ്. ഓക്കെ, ഇനി ഏതു കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. 1882 അത് രചിക്കപ്പെട്ടത്. അന്നേരം ഏതു കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആനന്ദമഠം. 1882 വർഷം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേ ഉള്ളൂ. നമുക്ക് ഏറ്റവും പ്രധാനം ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. ഓക്കെ, വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത്, വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മദർ ഐ ബോഡ് ടു ദി എന്നാണ്. എന്താണ്? മദർ ഐ ബോഡ് ടു ദി എന്നാണ് വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത്. ഇനി വന്ദേ മാതരത്തിന് ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? അരബിന്ദ ഘോഷാണ് വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത്. ഇനി വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് വിത്ത് ഡേറ്റ് സഹിതം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 1950 ജനുവരി 24 അന്നേരം വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24 വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃതം.
വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് സംസ്കൃത ഭാഷയിലും ജനഗണമന രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലുമാണ്. ഇനി ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന പേര് ഭാരത് വിധാത എന്നാണ്. ഇത് ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. എന്താണ് ഭാരത് വിധാത എന്നുള്ളതാണ്. അന്നേരം വന്ദേ മാതരം തുടക്കത്തിൽ ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത എന്നാണ്. ഇനി ജനഗണമനയെ ഇന്ത്യൻ ദേശീയ ഗാനമായി അംഗീകരിച്ചത്, ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. അന്നേരം നോക്കിയേ, വന്ദേ മാതരത്തിനെ ഗീതമായി അംഗീകരിക്കുന്നതും ജനഗണമനയെ ഇന്ത്യൻ ദേശീയ ഗാനമായി അംഗീകരിച്ച് ഒരേ വർഷം ഒരേ ഡേറ്റ് തന്നെ 1950 ജനുവരി 24. അന്നേരം രണ്ടും പഠിക്കാൻ എളുപ്പമുണ്ട്. 1950 ജനുവരി 24 വന്ദേ മാതരത്തെ ദേശീയ ഗാനമായും ജനഗണമനയെ ദേശീയ ഗീതമായും അംഗീകരിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം. ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കട്ട സമ്മേളനം 1911. രണ്ടും കൊൽക്കട്ട സമ്മേളനമാണ്, പക്ഷെ വർഷത്തിന് വ്യത്യാസമുണ്ട്. മറ്റേടത്ത് 1896 ആയിരുന്നു എങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് പോകാം ആ ഭാഗത്തേക്ക്. ഏതാ വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കട്ട സമ്മേളനം 1896 അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനി. നമ്മളിവിടെ നോക്കുന്നത് ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം, അതും കൊൽക്കട്ട സമ്മേളനം. വർഷത്തിന് വ്യത്യാസം 1911 അധ്യക്ഷൻ BN ദർ ആണ്. അധ്യക്ഷൻ ആരാണ്? BN ദർ ആണ്. അന്നേരം രണ്ടും ഗീതവും ഗാനവും ഏത് സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിച്ചെന്ന് വെച്ചാൽ കൊൽക്കട്ട സമ്മേളനം. വന്ദേ മാതരം 1896 കൊൽക്കട്ട സമ്മേളനത്തിലെങ്കിൽ ജനഗണമന 1911 കൊൽക്കട്ട സമ്മേളനത്തിനകത്ത് ആണ് ആദ്യമായിട്ട് ആലപിച്ചിരിക്കുന്നത്. ഇനി ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ് ആണ്. ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്ര സെക്കൻഡ് ആണ്? 52 സെക്കൻഡ് ആണ് ആവശ്യം. ഇനി ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ എന്താണ്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എന്തായിരുന്നു എന്ന് നോക്കിയേ. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ മദർ ഐ ബോഡ് ടു ദി എന്നാണ്. എന്താണ്? മദർ ഐ ബോഡ് ടു ദി എന്നാണ്. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ഇനി ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത്, ഇതും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ. എന്താണ്? ദേശീയ ഗാനത്തിന് അല്ലെങ്കിൽ ജനഗണമനയ്ക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കോണം. ചിലപ്പോൾ ജനഗണമനയെന്നോ വന്ദേ മാതരം ഒന്നും ആയിരിക്കില്ല തരുന്നത്, അവിടെ ദേശീയ ഗാനം എന്നും ഗീതം എന്ന് എടുത്തു പറയാം. അന്നേരം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഗാനം, ഗണമന, ജനഗണമന, ഗീതം, മാതരം. ആ ഗീതത്തിനകത്ത് തായുണ്ട്. അന്നേരം വന്ദേ മാതരം. ഗാനം എന്ന് പറയുമ്പോൾ ജനഗണമന. നോക്കി വേണേ ആൻസർ എഴുതാനായിട്ട്. ചിലപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ജനഗണമന എന്നോ വന്ദേ മാതരം ഒന്നും തരത്തില്ല, ഗീതം എന്നോ ഗാനം എന്നേ തരുത്തുള്ളൂ. അന്നേരം അത് നോക്കി പഠിക്കുക. ഗീതത്തിനകത്ത് തായുണ്ട്, അന്നേരം വന്ദേ മാതരം. ഗാനം വെക്കുമ്പോൾ ആ ജനഗണമന ഒരു ഗായില്ലേ അതിനകത്ത്, അങ്ങനെ നോക്കി പഠിക്കുക. അന്നേരം ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഭാഷ ശങ്കരാഭരണം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യനുകളാണ്. അന്നേരം ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഭാഷ ഏതാണ്? ശങ്കരാഭരണമാണ്. ഓക്കെ, അന്നേരം നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് നോക്കി പോവാം. കാരണം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ഇയർ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ദേശീയ ഗാനം രചിക്കപ്പെട്ട ഭാഷ ബംഗാളി ഭാഷ. ഉണ്ടാവും ഇവിടെ ഗാനം എന്നല്ലേ ചോദിച്ചിരിക്കുന്നത്, ജനഗണമനയെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അതിന് ദേശീയ ഗാനം രചിക്കപ്പെട്ടിരിക്കുന്ന ഭാഷ ഏതാണ്? ബംഗാളി ഭാഷയിലാണ് രചിക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി
ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ജനഗണമന രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ആര് തന്നെയാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ദേശീയ ഗീതത്തെ പറ്റിയാണ് നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗീതം ഗീതം വന്ദേ മാതരം. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഇനി വന്ദേ മാതരം ആദ്യമായി ആലപിച്ച INC അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സമ്മേളനം ഏതെന്ന് ചോദിച്ചാൽ കൊൽക്കട്ട സമ്മേളനം 1896 അതിന്റെ അധ്യക്ഷൻ, ആ കൊൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷൻ റഹ്മത്തുള്ള സയാനിയാണ്. ഇനി ഏത് കൃതിയിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ്. അതിന്റെ വർഷം ജസ്റ്റ് സൂചിപ്പിക്കുന്നു, 1882. വർഷം തിരിഞ്ഞു പോലെ 800 ആണ്. ഇവിടെ 1896, ഇത് 1882. ഓപ്ഷനകത്ത് 900ന്റെ ഓപ്ഷനും കണ്ടിരിക്കും അതിനകത്ത്. ഇനി വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അറിയപ്പെടുന്നത് മദർ ഐ ബോഡ് ടു ദി എന്നാണ്. വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് അരബിന്ദ ഘോഷാണ്. വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ സംസ്കൃത ഭാഷ. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് ഭാരത് വിധാത എന്നാണ്. ജനഗണമനയെ ഇന്ത്യൻ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷവും 1950 ജനുവരി 24. ഇനി ജനഗണമന ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം കൊൽക്കട്ട സമ്മേളനം 1911. അതിൻ്റെ അധ്യക്ഷൻ BN ദർ ആണ്. ഇനി ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം 52 സെക്കൻഡ് ആണ്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ്. ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ക്യാപ്റ്റൻ റാം സിംഗ് താക്കൂർ ആണ്. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഭാഷ ശങ്കരാഭരണം. ഗാനം എന്ന് പറയുമ്പോൾ ഓർത്തോണം ജനഗണമനയെന്നും ചിലപ്പം അങ്ങനെയും വരാം. അത് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? ഓക്കെ, നമ്മൾ ദേശീയ ഗാനത്തെ പറ്റിയും ഗീതത്തെ പറ്റിയും പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? അരയാൽ, കണിക്കൊന്ന, പേരാൽ, മഹാഗണി. നമുക്കറിയാം ആൻസർ ഏതാണ്? പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ഓക്കെ, അതിന് പേരാലിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെ പറ്റി കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് അടുത്ത് തരാനുള്ളത്. ജസ്റ്റ് ഒരു പോയിന്റ് നോട്ട് ചെയ്ത് പോവുക. പേരാലിന്റെ ശാസ്ത്രീയ നാമം ഫൈക്കസ് ബംഗാളൻസിസ്. എന്താണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം? എന്താണ്? ഫൈക്കസ് ബംഗാളൻസിസ് എന്നാണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം. ജസ്റ്റ് ഒന്നിരിക്കട്ടെ. ഇനി നമ്മുടെ ദേശീയ ചിഹ്നങ്ങളാണ്. നമ്മുടെ ബേസിക് ആയിട്ട് വേണ്ടുന്ന കുറച്ച് GK ആണ് ഈ പറയുന്നത്. അതായത് ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. ദേശീയ മുദ്ര സിംഹമുദ്ര. പതാക ത്രിവർണ പതാക, മുദ്ര സിംഹമുദ്ര, ഗാനം ജനഗണമന, ഗീതം വന്ദേ മാതരം, ദേശീയ ഭാഷ ഹിന്ദിയാണ്, ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടർ. ബാക്കിയൊക്കെ പെട്ടെന്ന് നമ്മൾ എഴുതി വെക്കും. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? ശകവർഷ കലണ്ടർ. ദേശീയ പക്ഷി മയില്, ദേശീയ മൃഗം കടുവ. അന്നേരം ദേശീയ പക്ഷി മയില്, ദേശീയ മൃഗം ഏതാണ്? കടുവയാണ്. ഇനി ദേശീയ പൈതൃക ജീവി ആന. അന്നേരം ദേശീയ മൃഗം ചോദിച്ചാൽ കടുവയെങ്കിൽ ദേശീയ പൈതൃക ജീവി ഏതാണ്? ആനയാണ്. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ആണ്. ദേശീയ ഫലം മാങ്ങ. ദേശീയ ഫലം ഏതാണ്? മാങ്ങയാണ്. ദേശീയ പുഷ്പം താമര. ഇനി ദേശീയ നൃത്തരൂപം ഭരതനാട്യം. റെയർ പോയിന്റ് ആണ്. ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ബാക്കി നമുക്ക് പെട്ടെന്ന് എഴുതി പോകും. ദേശീയ ഫലം ചോദിച്ചാലും ദേശീയ പുഷ്പം ചോദിച്ചാലും പെട്ടെന്ന് നമ്മൾ എഴുതും. പെട്ടെന്ന് നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു പോയിന്റ് ആണ് ദേശീയ നൃത്തരൂപം ഭരതനാട്യം. കുച്ചിപ്പിടി കാണും, മോഹിനിയാട്ടം കാണും. അന്നേരം ദേശീയ നൃത്തരൂപം ഏതാണ്?
ഭരതനാട്യം. ഭാരതം എന്ന് ഓർത്ത് വെച്ചേ. എന്നാൽ ചിലപ്പോൾ പരീക്ഷകളിൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരുന്ന ഫാക്ടറാണ് കുച്ചിപ്പിടി, മോഹിനിയാട്ടം, ഭരതനാട്യം വരുന്നത്. ഭാരതത്തിന്റെ നൃത്തരൂപം ഭരതനാട്യം എന്ന് ഓർക്കുക. അന്നേരം ദേശീയ നൃത്തരൂപം ഏതാണ്? ഭരതനാട്യം. ദേശീയ കായിക വിനോദം ഹോക്കിയാണ്. ഏറ്റവും റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ദേശീയ മത്സ്യം ഐക്കൂറ. ദേശീയ മത്സ്യം ഏതാണ്? ഐക്കൂറയാണ്. ദേശീയ നദി ഏതാണ്? ഗംഗയാണ്. ഓക്കെ, എന്നിട്ട് ഇത് രണ്ട് റെയർ പോയിന്റ് ആയിട്ട് കണക്കൂട്ടുക. ദേശീയ മത്സ്യം ഐക്കൂറ, ദേശീയ നൃത്തരൂപം നമ്മളിങ്ങനെ തരത്തില്ല. ഭാരതത്തിന്റെ ദേശീയ നൃത്തരൂപം ഭരതനാട്യം എന്നോർത്ത് പഠിച്ചാൽ കിട്ടും. ഇനി ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. ദേശീയ മത്സ്യം ഐക്കൂറ. ദേശീയ നദി ഏതാണ്? ഗംഗാ നദി. ഓക്കെ, നമുക്ക് ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് നോക്കിപ്പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ചോദിച്ചേക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. അരയാല്, കണിക്കൊന്ന, പേരാല്, മഹാഗണി. നമ്മുടെ ആൻസർ ഏതാണ്? പേരാല്. ജസ്റ്റ് അതിന് ചെറിയൊരു പോയിന്റ് കൊണ്ട് നോട്ട് ചെയ്ത് പോകുന്നു. എന്താണ് പേരാലിന്റെ ശാസ്ത്രീയ നാമം? ഫൈക്കസ് ബംഗാളൻസിസ്. പേരാലിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ഫൈക്കസ് ബംഗാളൻസിസ്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാക. ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്ര. ദേശീയ ഗാനം ജനഗണമന. ദേശീയ ഗീതം വന്ദേ മാതരം. ദേശീയ ഭാഷ ഹിന്ദി. ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ. ദേശീയ പക്ഷി മയില്. ദേശീയ മൃഗം കടുവ. ദേശീയ പൈതൃക ജീവി ആന. ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. ദേശീയ ഫലം മാങ്ങ. ദേശീയ പുഷ്പം താമര. ദേശീയ നൃത്തരൂപം ഭരതനാട്യം. ദേശീയ കായിക വിനോദം ഹോക്കി. ദേശീയ മത്സ്യം ഐക്കൂറ. ദേശീയ നദി ഗംഗ. നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ന്യൂയോർക്ക്, ടോക്കിയോ, പാരീസ്, ലണ്ടൻ. നമ്മുടെ ആൻസർ ലണ്ടൻ ആണ്. അന്നേരം ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. അതിന്റെ ആസ്ഥാനം എവിടാണ്? ലണ്ടൻ ആണ്. നോക്കിയേ, ആംനസ്റ്റി ഇന്റർനാഷണലിനെ പറ്റി കുറച്ച് കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ. എന്താണ്? പീറ്റർ ബെനൻസൺ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകന്റെ പേര് പീറ്റർ ബെനൻസൺ എന്നാണ്. ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം പൊതുമാപ്പ്. എന്താണ്? ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം എന്താണ്? പൊതുമാപ്പ് എന്നാണ് ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം 1961 ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം എന്താണ്? 1961 ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം. അന്നേരം ഒരു സെക്കൻഡ് ഒന്നുകൂടെ. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം എന്നാണ്? 1961. ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം 1961. ആംനസ്റ്റി ഇന്റർനാഷണലിൽ സമാധാന നോബൽ ലഭിച്ച വർഷം 1977. അന്നേരം സ്ഥാപിതമായ വർഷത്തേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ആംനസ്റ്റി ഇന്റർനാഷണലിൽ സമാധാന നോബൽ ലഭിച്ച വർഷം. സമാധാന നോബൽ ലഭിച്ച വർഷം 1977. നമ്മുടെ UN ഇതര സംഘടനകളിൽ കൂടുതലും നമുക്ക് ചോദ്യം വരുന്നത് ആ UN സംഘടനകളുടെ ആസ്ഥാനവും മിക്കവാറും എല്ലാ സംഘടനകൾക്കും സമാധാന നോബൽ ലഭിച്ചിട്ടുണ്ട്. ആ ഒരു വർഷം കൂടാണ് നമുക്ക് കൂടുതൽ ചോദിക്കുന്നത്. അതിന് നമുക്കിവിടെ ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം ഇമ്പോർട്ടൻ്റ് തന്നെയാണ് 61. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റർനാഷണലിൽ സമാധാന നോബൽ ലഭിച്ച വർഷം എന്നാണ്? 1961 ആംനസ്റ്റി ഇന്റർനാഷണലിൽ സമാധാന നോബൽ ലഭിച്ചത്.
1977. ആംനസ്റ്റി ഇന്റർനാഷണൽ സമാധാന നോബൽ ലഭിച്ച വർഷം 1977. ഇനി വേണ്ടേ നമുക്ക് അതിനകത്തൊരു കൊട്ടേഷനാണ് പറയാനുള്ളത്. ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വെക്കുന്നതാണ്. എന്താണ്? ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വെക്കുന്നതാണ് എന്ന് ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ്? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരുടെയാണ്? ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആപ്തവാക്യം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വെക്കുന്നതാണ് എന്നത് ഏത് സംഘടനയുടെ ആപ്തവാക്യം എന്ന് ചോദിച്ചിട്ടുണ്ട്? ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ. ഇനി ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഇന്ത്യയിലെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടാണ്? ന്യൂഡൽഹിയിലാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. മനുഷ്യാവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടനാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാം. ഇത് ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സ്ഥാപകൻ പീറ്റർ ബെനൻസൺ. ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം പൊതുമാപ്പ് എന്നാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം 1961. ആംനസ്റ്റി ഇന്റർനാഷണലിന് സമാധാന നോബൽ ലഭിച്ച വർഷം 1977. ഇരുട്ടിനെ ശമിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കൊളുത്തി വെക്കുക എന്നതാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആപ്തവാക്യം. ആംനസ്റ്റി ഇന്റർനാഷണലിലെ ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. ഓക്കെ, ഇനി നമ്മുടെ UN ഇതര സംഘടനകളുടെ എല്ലാ ആസ്ഥാനങ്ങൾ നമുക്ക് പഠിച്ചു പോകാം. അടുത്ത വേറൊരു വീഡിയോയിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് തരാം. തൽക്കാലം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട UNന്റെ ഇതര സംഘടനകളുടെ ആസ്ഥാനങ്ങളിലേക്കാണ് പോകുന്നത്. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭ UNO യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനം മാൻഹാട്ടൻ ന്യൂയോർക്ക്. ന്യൂയോർക്ക് എന്നാണ് കൂടുതൽ ഓപ്ഷനിൽ വരുന്നത്. പ്രോപ്പർ സ്ഥലമാണ് ചോദിക്കുന്നതെങ്കിൽ മാൻഹാട്ടൻ ന്യൂയോർക്ക്. അന്നേരം UNOയുടെ ആസ്ഥാനം എവിടാണ്? ന്യൂയോർക്കിലെ മാൻഹാട്ടൻ ആണ്. ഇനി UNന്റെ യൂറോപ്പിന്റെ ആസ്ഥാനം ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണേ. ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എന്ന് ചോദിച്ചാൽ മാൻഹാട്ടൻ ന്യൂയോർക്ക്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. UNന്റെ യൂറോപ്പിലെ ആസ്ഥാനം. UN എന്ന സംഘടനയ്ക്ക് യൂറോപ്പിലൊരു ആസ്ഥാനമുണ്ട്. അതിന്റെ ആസ്ഥാനം എവിടാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. ഈ ജനീവ സ്വിറ്റ്സർലൻഡ് എന്ന് പഠിച്ചു വെക്കണം. കാരണം നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ എന്ന് നമ്മൾ പഠിച്ചു പോയി. പരീക്ഷയ്ക്ക് വെച്ചെന്ന് ചോദിച്ചപ്പം അവിടെ ജനീവ അല്ലായിരുന്നു ഓപ്ഷനിൽ ഇട്ടിരുന്നത്, സ്വിറ്റ്സർലൻഡ് എന്നായിരുന്നു. നമുക്ക് ആ രാജ്യം കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകുന്നു. അതിന് UNന്റെ യൂറോപ്പിലെ ആസ്ഥാനം ചോദിച്ചാൽ എവിടാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ്. എന്നിട്ട് ക്വസ്റ്റിന്റെ വ്യത്യാസം മനസ്സിലായോ? UNന്റെ ആസ്ഥാനം ചോദിച്ചാൽ മാൻഹാട്ടൻ ന്യൂയോർക്കും, UNന്റെ യൂറോപ്പിലെ ആസ്ഥാനം ചോദിച്ചാൽ ജനീവ, സ്വിറ്റ്സർലൻഡ്. ഇത് ഇങ്ങനെ തന്നെ എടുത്ത് ചോദിക്കും. UNന്റെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം ഹേഗ്, നെതർലൻഡ്. ഓപ്ഷൻ കൂടുതലും ഹേഗ് എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന് എന്താണ്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ്, നെതർലൻഡ്. ഇനി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA. കൂടുതൽ ഓപ്ഷനിൽ IAEA എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി എന്ന IAEA വിയന്ന. ആ ഒരു താളത്തിലങ്ങ് പഠിക്കാൻ കിട്ടും. IAEA വിയന്ന. നോക്കേ, അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA ആസ്ഥാനം ഏതാണ്? വിയന്ന. ഓക്കെ, ഓസ്ട്രേലിയ അല്ലേ? ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് വിയന്ന. നമ്മൾ തലസ്ഥാനം ക്യാപിറ്റലൊക്കെ എടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ തന്നിട്ടുണ്ട് ഓസ്ട്രിയയും രണ്ടാണ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം ക്യാൻബറയും ഓസ്ട്രിയയുടെ തലസ്ഥാനം ഏതാണ്? വിയന്ന. അതിന് IAEAയുടെ ആസ്ഥാനം ഏതാണ്? വിയന്ന. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ. നോക്കിക്കേ,
ജനീവ ആസ്ഥാനമായ കുറച്ച് UN സംഘടനകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ILOയുടെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടന WHO ആസ്ഥാനം ജനീവ. ഇതിന്റെ എല്ലാം ഇപ്പുറത്ത് സ്വിറ്റ്സർലൻഡ് എന്ന് ഓർത്ത് പഠിച്ചു പോണേ. ചിലപ്പോൾ ജനീവ ആയിരിക്കും വരുന്നത്, സ്വിസ് എന്നായിരിക്കും, സ്വിറ്റ്സർലൻഡ് എന്നായിരിക്കും ഓപ്ഷൻ വരുന്നത്. അന്നേരം അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ILO ജനീവ ആസ്ഥാനം. അടുത്തത് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആസ്ഥാനം ജനീവ. ലോക വ്യാപാര സംഘടന WTO ആസ്ഥാനം ജനീവ. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ILO, WHO, WTO ഇതിന്റെ എല്ലാം ആസ്ഥാനം ജനീവയാണ്. കൂടാതെ UN-ന്റെ യൂറോപ്പിന്റെ ആസ്ഥാനം എവിടാണ്? ജനീവയാണ്. ഓക്കെ, ലോകബാങ്ക് വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. അടുത്തത് അന്താരാഷ്ട്ര നാണയനിധി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF-ന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ ആണ്. നോക്കി, വാഷിംഗ്ടൺ ആസ്ഥാനമായ രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ, അതിൽ ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടണ്, അന്താരാഷ്ട്ര നാണയനിധി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം IMF-ന്റെ ആസ്ഥാനം എവിടാണ്? വാഷിംഗ്ടൺ ആണ്. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന, ഷോർട്ട് ഫോമിൽ യുനെസ്കോ എന്ന് തന്നെയാണ് നമുക്ക് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. യുനെസ്കോ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ക്വസ്റ്റ്യൻ വരുമ്പോൾ യുനെസ്കോ എന്ന ആസ്ഥാനം എന്നാണ് ചോദിക്കുന്നത്. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന. നമ്മൾ ഈ ഷോർട്ട് ഫോം പഠിക്കുക. യുനെസ്കോ പാരീസ്, യുനെസ്കോയുടെ ആസ്ഥാനം എവിടാണ്? പാരീസ്, ഫ്രാൻസ്. അന്താരാഷ്ട്ര ശിശുക്ഷേമ സമിതി യുണിസെഫ്. ഇത് രണ്ടും ഇങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ കൂടുതലും. ഏതാണ്? അന്താരാഷ്ട്ര ശിശുക്ഷേമ സമിതി യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. എന്നിട്ട് യുനെസ്കോ പാരീസും യുണിസെഫ് ന്യൂയോർക്കും. തിരിഞ്ഞു പോരുതേ. യുനെസ്കോ പാരീസ്, യുണിസെഫ് ന്യൂയോർക്ക്. ഓക്കെ, UN വിമന്റെ ആസ്ഥാനം ന്യൂയോർക്കിലാണ്. അന്നേരം നോക്കിയേ, എന്താണ് ശിശുവും വിമനും ന്യൂയോർക്ക് ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങനെ ഓർത്താലും മതി. ചിൽഡ്രനും വിമനും അല്ലേ? എന്താണ് സി ഇതാണ് ഇവിടെ ഉണ്ട്. ഇവിടെ ചിൽഡ്രൻ കിടപ്പുണ്ട്, വിമൻ ചോദിച്ചാൽ ന്യൂയോർക്ക്. തെറ്റിപ്പോകരുത്. പെട്ടെന്ന് പഠിക്കാൻ നമുക്ക് കിട്ടും. പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമ്പോൾ ഇതൊക്കെ തിരിഞ്ഞു പോകും. അതിന് വേണ്ടി ഇങ്ങനെ പഠിച്ചു വെക്കുക. ശിശുവും വിമനും ന്യൂയോർക്കിലാണ്. യുനിസെഫിന്റെയും വിമനിന്റെയും ആസ്ഥാനം UN വിമനിന്റെ ആസ്ഥാനം എവിടാണ്? ന്യൂയോർക്കിലാണ്. എങ്കിൽ യുനെസ്കോ ഇവിടെ ആസ്ഥാനം യുനെസ്കോയുടെ ആസ്ഥാനം പാരീസിലാണ്. ഇനി ലോക ഭക്ഷ്യ കാർഷിക സംഘടന FAO ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം, ഇറ്റലി. കാർഷികം റോം, ഇറ്റലി. അന്താരാഷ്ട്ര ഭക്ഷ്യ കാർഷിക സംഘടന ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം, FAOയുടെ ആസ്ഥാനം എവിടാണ്? റോം, ഇറ്റലി. ആഗോള തപാൽ യൂണിയൻ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ ആസ്ഥാനം ബേൺ. ചോദിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ റെയർ വേർഡായിട്ട് തോന്നും. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബേൺ, സ്വിറ്റ്സർലൻഡ്. എന്താ നോക്കിയേ, ആഗോള തപാൽ യൂണിയൻ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ UPയുടെ ആസ്ഥാനം ബേൺ, സ്വിറ്റ്സർലൻഡിലാണ്. ഓക്കെ, ഞാൻ നോക്കി. അടുത്തത് അന്താരാഷ്ട്ര പരിസ്ഥിതി ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം. ഇതൊക്കെ മലയാളം നിങ്ങളങ്ങ് വിട്ടേരെ. അതിന്റെ ഷോർട്ടൊക്കെയാണ്. നമ്മൾ അറിയാൻ വേണ്ടി മാത്രമാണ് മലയാളം വിട്ടിരിക്കുന്നത്. ഷോർട്ട് ഫോം തന്നെ പഠിച്ചു വെക്കുക. UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം നെയ്റോബി, കെനിയ നല്ലോണം പഠിച്ചു വെക്കണം. നെയ്റോബി എന്ന് ചോദിച്ച് അവസാനം അവർ കെനിയ ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ആഫ്രിക്കയിൽ നിന്ന് വേണമെങ്കിൽ കൊണ്ടിടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അന്നേരം നോക്കിയേ, UNEP യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം എവിടെയാണ്? നെയ്റോബി, കെനിയ. കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. നമ്മൾ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. വീണ്ടും ലണ്ടൻ ആസ്ഥാനമായി മറ്റൊരു സംഘടന കോമൺവെൽത്ത് രാജ്യങ്ങൾ ബ്രിട്ടന്റെ അധീനതയിലുള്ളതിനാൽ ലണ്ടൻ ഓർത്താൽ മതി. അന്നേരം കോമൺവെൽത്ത് എന്താണ്? ലണ്ടൻ ആണ് ആസ്ഥാനം. ആസിയാന്റെ ആസ്ഥാനം ജക്കാർത്ത.
അന്നേരം യുനെസ്കോ പാരീസ്, യൂണിസെഫ് ന്യൂയോർക്ക്, ആസിയാൻ ജക്കാർത്ത. ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ആസിയാന്റെ ആസ്ഥാനം എവിടാണ്? ജക്കാർത്ത. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADB മനില. നമ്മൾ ഏകദേശം ഈ ഒരു ഫീൽഡിൽ കയറിയപ്പം തൊട്ട് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് ADB, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്. ADBയുടെ ആസ്ഥാനം ഇങ്ങനെ ഷോർട്ടിലും ചോദിച്ചിട്ടുണ്ട്, ഫുൾ നെയിമിലും ചോദിച്ചിട്ടുണ്ട്, മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ട്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക്, ഏഷ്യൻ വികസന ബാങ്കിന്റെ ആസ്ഥാനം മനില, ഫിലിപ്പൈൻസ്. മനില എന്ന ഓപ്ഷനും ഉണ്ടായിരുന്നു, ഫിലിപ്പൈൻസ് എന്നുള്ള ഓപ്ഷനുകൾ വന്ന ക്വസ്റ്റ്യനും ഉണ്ട്. അതിൽ ADBയുടെ ആസ്ഥാനം എവിടാണ്? മനില, ഫിലിപ്പൈൻസ്. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. സാർക്കിന്റെ ആസ്ഥാനം എവിടാണ്? കാഠ്മണ്ഡു. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ്. ഇങ്ങനെ തന്നെ പഠിക്കുക, ബെൽജിയം ഒന്നും കൂടെ പഠിക്കുക. എന്താണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം? ബെൽജിയം, ബ്രസൽസ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയം, ബ്രസൽസ്. ഇപ്പൊ ഈ സംഘടനകൾക്ക് ഇച്ചിരി പ്രസന്റ്ലി ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമ്മുടെ അമേരിക്കയിൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം കുറേ സംഘടനകളിൽ നിന്ന് അമേരിക്ക വിട്ടുമാറിയിട്ടുണ്ട്. ചിലപ്പം പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് അത് തന്നെ ആയിരിക്കും. എന്തൊക്കെയാണോ റീസെന്റ് ഏതെങ്കിലും ഒരു സംഘടനകളിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പരീക്ഷകളിൽ പ്രതീക്ഷിക്കേണ്ടുന്നത് അതിന്റെ ആസ്ഥാനങ്ങളൊക്കെ ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. യൂറോപ്യൻ യൂണിയൻ നല്ലവണ്ണം ഓർത്ത് നോക്കുക, ബെൽജിയത്തിലെ ബ്രസൽസ്. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടാണ്? ബെൽജിയം, ബ്രസൽസ്. ഇനി ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ. ആഡിസ് അബാബ. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം എവിടാണ്? ആഡിസ് അബാബ. ഓക്കെ, വലിയ പ്രാധാന്യമായിട്ട് ഒന്നും കൂട്ടുന്നില്ല, എന്നാൽ നമ്മൾ എഴുതിയിരുന്നു എന്താണ് ആഫ്രിക്കൻ യൂണിയൻ. എന്നിട്ട് 2 യൂണിയൻ ആണ്. യൂറോപ്യൻ്റെത് ബെൽജിയത്തിലെ ബ്രസൽസും ആഫ്രിക്കയുടെ ആഡിസ് അബാബ. ആഫ്രിക്കൻ യൂണിയൻ്റെത് ആഡിസ് അബാബ. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മാരിടൈം, IMO എന്നാണ് അതിന്റെ ഫുൾ നെയിം, ഷോർട്ട് ഫോം വരുന്നത്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടാണ്? ലണ്ടൻ ആണ്. ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്ന. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒപ്പക് എന്ന സംഘടനയുടെ ആസ്ഥാനം ഏതാണ്? വിയന്ന ആണ്. അന്നേരം ഈ സംഘടനകളൊക്കെ ഓർത്ത് വെക്കുക. ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടാണ്? വിയന്ന. നോക്കിയേ, നമുക്ക് ആ സ്ഥാനങ്ങളും സംഘടനകളിലേക്ക് നമുക്കൊന്ന് പോകാം. ഐക്യരാഷ്ട്രസഭ UNOയുടെ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ ആസ്ഥാനം മാൻഹാട്ടൻ, ന്യൂയോർക്ക്. UNOയുടെ ആസ്ഥാനം എവിടാണ്? മാൻഹാട്ടൻ, ന്യൂയോർക്ക്. UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. UN-ന്റെ യൂറോപ്പിലെ ആസ്ഥാനം എവിടാണ്? ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിന്റെ ആസ്ഥാനം ഹേഗ്, നെതർലൻഡ്. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA ആസ്ഥാനം വിയന്ന. അതിന്റെ രാജ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ആസ്ട്രിയ, നമുക്ക് അങ്ങനെ എഴുതാം. ഇനി അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലൻഡ്. ലോക ആരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ആസ്ഥാനം ജനീവ. ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ WTO ആസ്ഥാനം ജനീവ. ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ. ലോക ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ. അന്താരാഷ്ട്ര നാണയനിധി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ. ഐക്യരാഷ്ട്ര വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടന യുനെസ്കോ. യുനെസ്കോ എന്ന് ഓർത്ത് വെക്കുക. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ്, ഫ്രാൻസ്. അന്താരാഷ്ട്ര ശിശുക്ഷേമ സമിതി യുണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്ക്. രണ്ടുകൂടെ തിരിഞ്ഞു പോലെ. യുനെസ്കോ എവിടാണ്? പാരീസിലും യൂണിസെഫിന്റെ ആസ്ഥാനം ന്യൂയോർക്കിലുമാണ്. അടുത്തത് UN വിമൺ, ന്യൂയോർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു വന്നു, ശിശുവും വിമണും ഒക്കെ നമ്മൾ എന്ത് നോക്കുക, ചിൽഡ്രനും വിമണും എല്ലാം എന്താണ്? ന്യൂയോർക്കിലാണ് ആസ്ഥാനം. ഭക്ഷ്യ കാർഷിക സംഘടന ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ ആസ്ഥാനം റോം, ഇറ്റലി. ആഗോള തപാൽ യൂണിയൻ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. ബേൺ, സ്വിറ്റ്സർലൻഡ്. ഈ ഒരു ഓപ്ഷൻ ഓർത്ത് നോക്കുക. ഇങ്ങനെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്, ബേൺ എന്ന് നമുക്ക് വന്നിട്ടുണ്ട്. അന്നേരം ആഗോള തപാൽ യൂണിയൻ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം എവിടാണ്? ബേൺ ആണ്. ഇനി
ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി യുണൈറ്റഡ് നേഷൻ എൻവയോൺമെന്റ് പ്രോഗ്രാം ആസ്ഥാനം നെയ്റോബി, കെനിയ. കോമൺവെൽത്തിന്റെ ആസ്ഥാനം ലണ്ടൻ. ആസിയാന്റെ ആസ്ഥാനം ജക്കാർത്ത. ആസിയാന്റെ ആസ്ഥാനം എവിടാണ്? ജക്കാർത്ത. ഇനി ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ADBയുടെ ആസ്ഥാനം മനില, ഫിലിപ്പൈൻസ്. അങ്ങനെ തന്നെ പഠിക്കുക. ചില സ്ഥലങ്ങളുടെ കൂടെ നമ്മൾ രാജ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അങ്ങനെ തന്നെ പഠിച്ചു നോക്കുക. ADBയുടെ ആസ്ഥാനം മനില, ഫിലിപ്പൈൻസ്. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആണ്. സാർക്കിന്റെ ആസ്ഥാനം കാഠ്മണ്ഡു. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം ബെൽജിയം, ബ്രസൽസ്. അങ്ങനെ തന്നെ പഠിക്കുക. ബെൽജിയത്തിലെ ബ്രസൽസ്. നമ്മൾ പറഞ്ഞില്ലേ ഫിലിപ്പൈൻസ്, മനില പഠിച്ചതുപോലെ തന്നെ ഇങ്ങനെ ഇനി രണ്ടിനെയും കൂടെ ഓർത്തു നോക്കുക. ബെൽജിയം, ബ്രസൽസ്. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം ആഡിസ് അബാബ. ആഫ്രിക്കൻ യൂണിയന്റെ ആസ്ഥാനം എവിടാണ്? ആഡിസ് അബാബ. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ, ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ IMOയുടെ ആസ്ഥാനം ലണ്ടൻ ആണ്. ഒപ്പക്കിന്റെ ആസ്ഥാനം എവിടാണ്? വിയന്ന. ഒപ്പക്കിന്റെ ആസ്ഥാനം വിയന്ന. ഓക്കെ, നമ്മൾ 3 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകളാണ് അതിനകത്ത് പോയിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഭാഗത്ത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, അതിനെപ്പറ്റി കുറച്ച് ക്വസ്റ്റ്യനുകൾ, ഇഷ്ടംപോലെ ക്വസ്റ്റ്യനുകൾ വന്ന ഏരിയയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. ഓപ്ഷനുകൾ പാറ്റ്ന, ജയ്പൂർ, ആഗ്ര, മീററ്റ്. നമുക്കറിയാം ആൻസർ ഏതാണ്? മീററ്റ് ആണ്. അന്നേരം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവം എന്നൊക്കെ ആയിരിക്കും ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ 1857 വിപ്ലവം, റിവോൾട്ട് പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിലാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഇനി അതിൽ നിന്ന് നമ്മുടെ ആ ഒരു എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. ഒരെണ്ണം പോലും നമുക്ക് കളയാൻ പറ്റുകയില്ല. നമ്മുടെ എല്ലാ ക്വസ്റ്റ്യനും ഇതിനകത്തെല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. അത് നോക്കിയിട്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് വാർ എന്നറിയപ്പെടുന്നത് എന്താണ്? 1857 വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ 1857 വിപ്ലവം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10. ഡേറ്റ് ഒരിക്കലും മറക്കല്ലേ. 1857 മെയ് 10 മീററ്റിലാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്, UP. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ 1857 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തർപ്രദേശാണ്. 1857 വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയും. 1857 വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് എന്തിനെയാണ്? താമരയും ചപ്പാത്തിയും. 57 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 57 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേര് ശിപായി ലഹള. ബ്രിട്ടീഷുകാർ 1857 വിപ്ലവത്തിന് നൽകിയ പേരെന്താണ്? ശിപായി ലഹള എന്നാണ്. ഇനി 1857 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഡൽഹിയിലെ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും, ഝാൻസിയിലും ഗോളിയോറിലും റാണി ലക്ഷ്മിഭായ്. പ്രധാനപ്പെട്ടതാണ്. ഝാൻസിയിലും ഗോളിയോറിലും ആരാണ്? റാണി ലക്ഷ്മിഭായ് ആണ്. ബീഹാറില് കൻവർ സിംഗ്. ആസാമില് ദിവാൻ മണിരത്നം. ഇനി ജഗദീഷ്പൂരിലും കൻവർ സിംഗ്. നമ്മുടെ കൻവർ സിംഗ് നേരത്തെ ഒന്ന് കണ്ടായിരുന്നു. ബീഹാറിലും കൻവർ സിംഗ് ആണ്. പിന്നെ എവിടെയാണ്? ജഗദീഷ്പൂരിലും കൻവർ സിംഗ്. കാൺപൂരില് നാനാ സാഹിബും താന്തിയ തോപ്പിയും. കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബും താന്തിയ തോപ്പി. ലക്നൌവിലും ആഗ്രയിലും ബീഗർ ഹസ്രത് മകൾ. ലക്നൌവിലും ആഗ്രയിലും ആരാണ്? ബീഗം ഹസ്രത് മകൾ. ഫൈസാബാദില് മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ബറേലിയില് ഖാൻ ബഹദൂർ. ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ ആണ്. അതാ നോക്കിയേ,
നമ്മളിപ്പം കാണുന്നത് 57 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കളെയാണ്. അതിൽ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകൾ ഡൽഹിയിൽ ജനറൽ ഭക്ത് ഖാനും ബഹദൂർ ഷാ സെക്കൻഡും ഝാൻസിയിലും പിന്നെ ഗോളിയോറിലും റാണി ലക്ഷ്മി ഭായ് ആണ്. ബീഹാറിൽ കൻവർ സിംഗ്, ആസാമില് ദിവാൻ മണിരത്നം, ജഗദീഷ്പൂരില് കൻവർ സിംഗ്, കാൺപൂരില് നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ലക്നൌവിലും ആഗ്രയിലും ബീഗം ഹസ്രത് മകൾ, ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയും, ബറേലിയില് ഖാൻ ബഹദൂറും. ബറേലിയിൽ ആരാണ്? ഖാൻ ബഹദൂർ. ഇനി 57 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ജോൺ ലോറൽ. വിപ്ലവത്തിന് ഓരോ വിശേഷണങ്ങൾ ഓരോന്ന് കൊടുത്തിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. 57 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് സർ ജോൺ ലോറൻസ് ആണ്. ഡെവിൾസ് വിൻഡ്, ചെകുത്താന്റെ കാറ്റ് എന്ന് 57 വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. അന്നേരം 57 വിപ്ലവത്തെ ചെകുത്താന്റെ കാറ്റ്, അതായത് ഡെവിൾസ് വിൻഡ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്, ഇംഗ്ലീഷുകാര്. 57 വിപ്ലവത്തിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണി. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 57 വിപ്ലവത്തിന്റെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഝാൻസി റാണിയാണ്. ഝാൻസി റാണി വീരമൃത്യു മരിച്ചത് 1858 ജൂൺ 18. പഠിക്കാൻ എളുപ്പമുണ്ട്, ഡേറ്റ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. എങ്കിലും ഝാൻസി റാണി വീരമൃത്യു മരിച്ചത് എന്നാണ്? 1858. നെക്സ്റ്റ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി നടത്തിയത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് താന്തിയ തോപ്പി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് താന്തിയ തോപ്പി. ബീഹാർ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് കൻവർ സിംഗ് ആണ്. ബീഹാർ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് കൻവർ സിംഗ്. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്തത്, അതായത് വിപ്ലവം പരാജയപ്പെട്ടതിനെ തുടർന്ന് നേപ്പാളിലേക്ക് പലായനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? നാനാ സാഹിബാണ്. ബഹദൂർ ഷായെ നാട് കടത്തിയത്, ഇവിടെ ഇദ്ദേഹം പോയതാണ്. പലായനം ചെയ്തത് നാനാ സാഹിബും ബഹദൂർ ഷായെ നാട് കടത്തിയത് റെങ്കൂണിലേക്കും. ബഹദൂർ ഷായെ നാട് കടത്തിയത് എവിടേക്കാണ്? റെങ്കൂണിലേക്കാണ്. 57 വിപ്ലവം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ട വർഷം എന്നാണ്? 1858. 57 വിപ്ലവം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ട വർഷം 1858. വിപ്ലവത്തിന്റെ പ്രധാന ഫലം, 57 വിപ്ലവത്തിന്റെ പ്രധാന ഫലം എന്തെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിച്ചു. ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിപ്പിച്ചത് ഏത് യുദ്ധത്തോടു കൂടിയാണ്? 1857 വിപ്ലവത്തോടു കൂടിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ഇന്ത്യയിൽ അവസാനിച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഝാൻസി റാണിക്ക് കുറച്ച് വിശേഷണങ്ങൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 ഏറ്റവും പ്രധാനപ്പെട്ടതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതുമായ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നോക്കിയേ, ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് നെഹ്റു ആണ്. ചോദിച്ചിട്ടുള്ളതാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ഝാൻസി റാണിയെ. ആരാണ് വിശേഷിപ്പിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? നെഹ്റു ആണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാണ്? സർ ഹ്യൂഗ് റോസ് ആണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് പട്ടാള മേധാവി സർ ഹ്യൂഗ് റോസ്. പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിച്ചോളൂ. നമ്മൾ ഇത്ര വിശദമായിട്ട് എഴുതിയിട്ടിരിക്കുന്നത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ടുന്ന പോയിന്റ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവിയായ ഹ്യൂഗ് റോസ് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഝാൻസി റാണി. എന്ന 2 പോയിന്റ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു എങ്കിൽ വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് ഝാൻസി റാണി വിശേഷിപ്പിച്ചത് പട്ടാള മേധാവിയായ സർ ഹ്യൂഗ് റോസ് ആണ്. ഇനി 57 വിപ്ലവത്തിലെ പ്രധാന പ്രദേശങ്ങൾ നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു കഴിഞ്ഞു. 57 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ഉണ്ടായിരുന്നത് ഉത്തർപ്രദേശ്. സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതിൽ ഒരെണ്ണം പശ്ചിമ ബംഗാളുണ്ട്, ബാക്കിയെല്ലാം ഉത്തർപ്രദേശിലാണ്. മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. ഏതൊക്കെയാണ്?
മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ് ഇവയെല്ലാം ഉത്തർപ്രദേശിലാണ്. എന്നിട്ട് ചോദിച്ചിട്ടുള്ളതാണ് എവിടാണ്? മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര. മധുര എന്ന് പറയുമ്പോൾ ഈ ദാ വരുമ്പോൾ അതങ്ങ് തമിഴ്നാട് പോകും. ഇത് ദായാണ് മധുര, ഉത്തർപ്രദേശ്. നമ്മുടെ ഹേമമാലിനി MP ആയിട്ട് ഉത്തർപ്രദേശിലെ മധുരയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നോക്കുക, അക്ഷരങ്ങൾ നോക്കി എഴുതുക. മധുര, ആഗ്ര, ഝാൻസി ഇതേ എല്ലാം ഉത്തർപ്രദേശ്. അലഹബാദ് ഉത്തർപ്രദേശ്. ഒരു സ്ഥലം മാത്രം വ്യത്യാസമുണ്ട്. ബാരക്പൂർ എന്നറിയപ്പെടുന്നത് പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ ബാരക്പൂരിലാണ്. ഓക്കെ. അതിൽ 57-ലെ വിപ്ലവത്തിൽ പ്രധാനമായും വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. അതിലൊരെണ്ണം മാത്രം നമ്മുടെ പശ്ചിമ ബംഗാളിലുണ്ട്, ബാരക്പൂർ. ഇനി ഇതിനകത്ത് കൺഫ്യൂഷൻ ഫാക്റ്റിലേക്കാണ്. തെറ്റരുതെന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നതിനാണ് കൺഫ്യൂഷൻ ഫാക്റ്റ് ആണ്. 57-ലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരാണ്? ക്യാനിങ് പ്രഭുവാണ്. 57-ലെ വിപ്ലവത്തിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭു എങ്കിൽ 57-ലെ വിപ്ലവത്തിന്റെ ബ്രിട്ടീഷിലെ സൈനിക തലവൻ കോളിൻ ക്യാമ്പൽ. കോളിംഗ്, സൈനികർ എല്ലാത്തിനെയും കോൾ ചെയ്തു. ആ കോളിൻ ക്യാമ്പൽ അങ്ങനെ പഠിച്ചാൽ മതി. 57-ലെ വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവന്റെ പേര് കോളിൻ ക്യാമ്പൽ. ഇവരുടെ എല്ലാം ഫ്രണ്ടിൽ സർ എന്ന് പറയുന്നുണ്ട്. കോളിൻ ക്യാമ്പൽ ആണ്. തെറ്റിപ്പോവരുതേ. 57-ലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭുവും 57-ലെ വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരെന്ന് ചോദിച്ചാൽ കോളിൻ ക്യാമ്പൽ ആണ്. ഇനി വിപ്ലവത്തിന്റെ വിശേഷണങ്ങൾ നമ്മൾ മുമ്പേ കണ്ടത് ഝാൻസി റാണിയെ കുറച്ച് പേര് വിശേഷിപ്പിച്ചു. അതിൽ 2 നമുക്ക് പ്രാധാന്യം. ഇനി 57-ലെ വിപ്ലവത്തെ കുറച്ച് പേര് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. 57-ലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സാവർക്കർ. 57-ലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VD സാവർക്കർ ആണ്. 57-ലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി ചോദിച്ചാൽ കാൾ മാർക്സ്. 57-ലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സാവർക്കർ. പക്ഷേ ഈ വിപ്ലവത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാൾ മാർക്സ് ആണ്. 57-ലെ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരി. 57-ലെ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? SB ചൗധരിയാണ് ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത്. 57-ലെ വിപ്ലവത്തെ ദേശീയ കലാപമെന്ന് 57-ലെ വിപ്ലവത്തെ ദേശീയ കലാപമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രധാനമുണ്ട്. 57-ലെ വിപ്ലവത്തെ ദേശീയ കലാപമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ വിശേഷിപ്പിച്ച വ്യക്തി ബെഞ്ചമിൻ ഡിസ്രേലി. ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ എങ്ങനെ വിശേഷിപ്പിച്ചു? ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി സർ വില്യം ഡാൽ റിംബൽ ആണ്. സർ വില്യം ഡാൽ റിംബൽ. അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ലാസ്റ്റ് മുഗളൻസിലാണ് എഴുതിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചതേ ഉള്ളൂ. നമുക്ക് വേണ്ടുന്നത് ഈ പോയിന്റ് തന്നെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വില്യം ഡാൽ റിംബൽ. അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ലാസ്റ്റ് മുഗളൻസ് എന്ന പുസ്തകത്തിലാണിത് വിശേഷിപ്പിച്ചത്. ഇനി ഇതാണ് നോക്കി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിശേഷണമാണ്. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ളതുമല്ല, ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂംദാർ. എന്താണ്? ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂംദാർ ആണ്. ഒന്നുകൂടെ നോക്കിയേ. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂംദാർ. അന്നേരം നമ്മുടെ ഈ വിശേഷണങ്ങളിലേക്ക് ഒന്ന് പോവുകയാണ്. വിപ്ലവത്തിന്റെ വിശേഷണങ്ങൾ. 57-ലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സാവർക്കർ. 57-ലെ വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാൾ മാർക്സ്. 57-ലെ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയാണ്. ഇനി 57-ലെ വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ വിശേഷിപ്പിച്ച വ്യക്തി ബെഞ്ചമിൻ ഡിസ്രേലി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വില്യം ഡാൽ റിംബൽ. അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ലാസ്റ്റ് മുഗളൻസിലാണ് അത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തേതുമല്ല, ദേശീയ തലത്തിലുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജൂംദാർ ആണ്.
നമ്മുടെ ആ വിപ്ലവത്തെ പറ്റി എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടാണ്? മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 വിപ്ലവമാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട തീയതി 1857 മെയ് 10. 57 വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഒന്ന് ഉത്തർപ്രദേശ്. 57 വിപ്ലവത്തിന്റെ ചിഹ്നമായി കണക്കാക്കുന്നത് താമരയും ചപ്പാത്തിയും. 57 വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ് പ്രഭുവാണ്. ബ്രിട്ടീഷുകാർ 57 വിപ്ലവത്തിന് നൽകിയ പേര് ശിപ്പായി ലഹള എന്നാണ്. 57 വിപ്ലവത്തിന്റെ പ്രധാന നേതാക്കൾ ഡൽഹി ജനറൽ ഭക്തഖാൻ ബഹദൂർ ഷാ സെക്കൻഡ്, ഝാൻസിയിലും ഗോളിയോറിലും റാണി ലക്ഷ്മി ഭായ്, ബീഹാറിലെ കൻവർ സിംഗ്, അസാമിലെ ദിവാൻ മണിറാം. ജഗദീഷ്പൂരിലെ കൻവർ സിംഗ്, കാൺപൂരിലെ നാനാ സാഹിബും താന്തിയ തോപ്പിയുമാണ്. ലക്നൌവിലും ആഗ്രയിലും ബീഗർ ഹസ്രത് മകൾ, ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള, ബറേലിയിലെ ഖാൻ ബഹദൂർ. 57 വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് സർ ജോൺ ലോറൻസ്. ഡെവിൾസ് വിൻഡ് അല്ലെങ്കിൽ ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. വിപ്ലവത്തിലെ ജോൺ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ഝാൻസി റാണിയാണ്. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858 ജൂൺ 18. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഗറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് താന്തിയ തോപ്പിയാണ്. ബീഹാർ സിംഹം എന്നറിയപ്പെട്ടിരുന്നത് കൻവർ സിംഗ്. വിപ്ലവം പരാജയപ്പെട്ടതോടെ നേപ്പാളിലേക്ക് പലായനം ചെയ്തത് നാനാ സാഹിബും ബഹദൂർ ഷാ സഫറിനെ നാടുകടത്തിയത് റെങ്കൂണിലേക്കുമാണ്. 1857 വിപ്ലവം പൂർണ്ണമായി അടിച്ചമർത്തപ്പെട്ട വർഷം 1858. വിപ്ലവത്തിന്റെ പ്രധാന ഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് ഝാൻസി റാണിയെയാണ്. വിപ്ലവകാരികളുടെ സമുന്നത ധീര നേതാവ് എന്ന് പട്ടാള മേധാവി ഹർസ് ഹ്യൂഗ് വിശേഷിപ്പിച്ചതും ഝാൻസി റാണിയെയാണ്. 57 കലാപ പ്രദേശങ്ങൾ ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. അതിലെ ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. ഒന്നുകൂടെ പോകാം. മീററ്റ്, ലക്നൗ, അലിഗഡ്, മധുര, ആഗ്ര, ഝാൻസി, അലഹബാദ്. അതിൽ പശ്ചിമ ബംഗാളിലെ ഒരു സ്ഥലം ബരക്പൂർ ആണ്. പശ്ചിമ ബംഗാളിലെ ബരക്പൂർ. ഇനി അതിനകത്ത് നമ്മൾ പറഞ്ഞു തെറ്റരുത് എന്ന് പറഞ്ഞ് പഠിച്ചതിനകത്താണ് 57 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിംഗ് പ്രഭു. 57 വിപ്ലവത്തിന്റെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ ക്യാമ്പൽസ്. ആരാണ്? കോളിൻ ക്യാമ്പൽസ്. വിപ്ലവത്തിന്റെ വിശേഷണങ്ങൾ. 57 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് VD സർവകരം. 57 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച വിദേശി കാൾ മാക്സും. 57 വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് SB ചൗധരിയുമാണ്. നെക്സ്റ്റ്, 57 വിപ്ലവത്തെ ദേശീയ കലാപം എന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ വിശേഷിപ്പിച്ച വ്യക്തി ബെഞ്ചമിൻ ഡിസ്രേലി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഉയർത്തെണീക്കൽ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വില്യം ഡാറിംബിൾസ്. അദ്ദേഹത്തിന്റെ ദ ലാസ്റ്റ് മുഗളൻസ് എന്ന പുസ്തകത്തിലാണ് അത് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആദ്യത്തേതുമല്ല ദേശീയ തലത്തിലുമുള്ള സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചത് RC മജുംദാർ ആണ്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദിയാണ്. കഴിഞ്ഞ 2025 ആദ്യം നടന്ന പരീക്ഷകളിൽ നമുക്ക് നദികളും നദികളുടെ വിശേഷണങ്ങളും പൈസിനിപ്പുഴ, ചന്ദ്രഗിരി പുഴയൊക്കെ എനിക്ക് ചോദിച്ചായിരുന്നു. തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. ആ വീഡിയോ കണ്ടിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ക്വസ്റ്റിന് ആൻസർ എഴുതിയേനെ. അതിനെ റിലേറ്റഡ് ഫാക്റ്റ് ആണ് അടുത്തത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ നദി ചാലക്കുടി പുഴ, പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. നമ്മുടെ ആൻസർ പെരിയാർ ആണ്. ഇനി ഇവിടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു പോകാം. കഴിഞ്ഞ വീഡിയോയിലേ പറഞ്ഞു ഓരോ നദികളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് പോവുകയാണ്. പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുത പദ്ധതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എന്താണ്? ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏതാണ്? ജലവൈദ്യുതി. കേരളത്തിൽ ജലവൈദ്യുതി ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല
ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയാണ്. രണ്ട് ഏകദേശം ഒരേ ക്വസ്റ്റ്യനുകൾ തന്നെയാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് രണ്ടും എടുത്തിട്ടെന്നേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നതും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ലയും ഏത് തന്നെയാണ്? ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴയാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം. പ്രധാന ജലവൈദ്യുത പദ്ധതികളും നദികളും ജില്ലയുമാണ് എഴുതിയിട്ടിരിക്കുന്നത്. പഠിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഓരോ ജലവൈദ്യുത പദ്ധതികളും ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടുന്ന് നദി ഏത് ജില്ല ഏതെന്ന് എടുത്തെടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതിലേക്കൊന്ന് പോകാം. എന്താ നോക്കിയേ, പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് കല്ലടയാർ കൊല്ലം, ശബരിഗിരി പമ്പ പത്തനംതിട്ട. ഒരു കുഴപ്പമില്ലാതെ പഠിക്കാം. നമുക്ക് മിക്കവാറും അറിയാം. കൊല്ലം ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ കല്ലടയാർ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശബരിഗിരി നമുക്ക് ശബരിമല ഓർത്താൽ പമ്പ പത്തനംതിട്ട, അത് രണ്ടും ഓക്കെ. ഇനി നാണ്ട് എഴുതിയിട്ടിരിക്കുന്ന നോക്കേ, ഇടുക്കി ജില്ല ഇനി അങ്ങോട്ടും ഉണ്ട്. നമുക്ക് തൽക്കാലം ഈ പേജിൽ ഇടുക്കി ജില്ല പഠിക്കാം. അടുത്ത പേജിലും ഇടുക്കി നാണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ ഒരു ചെറിയ ഡിസോർഡർ കിടപ്പുണ്ട്. എല്ലാം ഇടുക്കി എന്നല്ലേ കൊടുത്തിരിക്കുന്നത്. അതാ നോക്കി നമുക്ക് മറ്റേ പേജിൽ ഇടുക്കി നമുക്ക് പഠിച്ചു പോകാം. ഇടുക്കി ചെങ്കുളം പള്ളിവാസൽ പന്നിയാർ. ഇതെല്ലാം ഏത് ജില്ലയിലാണ്? ഇടുക്കി. പക്ഷെ നദിക്ക് മാത്രം ഒരു ചെറിയ വ്യത്യാസം. ഇടുക്കി പെരിയാർ ഇടുക്കി, ചെങ്കുളം മുതിരമ്പുഴ, പള്ളിവാസൽ മുതിരമ്പുഴ, ഇത് രണ്ടും ഇടുക്കിയിലാണ്. ചെങ്കുളം പള്ളിവാസൽ മുതിരമ്പുഴ. ഈ മുതിര കഞ്ഞിയും പയറുന്നുണ്ട്. പള്ളിയിൽ കഞ്ഞി കൊടുക്കും, അത് ചുമന്നിരിക്കും. ചെങ്കുളം ചെമ്പ് ചെങ്കല്ല് എന്നൊക്കെ ഓർത്തിരുന്നാൽ മതി. ചെങ്കുളം പള്ളിവാസൽ മുതിരമ്പുഴ ഇടുക്കിയിലാണ്. പന്നിയാർ ഇടുക്കി, അത് കുഴപ്പമില്ല. പന്നിയാർ നദി ഇടുക്കിയിലാണ്. അടുത്ത പേജിൽ നോക്കിയേ, ലോവർ പെരിയാർ കല്ലാർ ഇടുക്കി, മാട്ടുപ്പെട്ടി പെരിയാർ ഇടുക്കി, കൂത്തുങ്കൽ പന്നിയാർ ഇടുക്കി. മുമ്പേ നമ്മൾ പന്നിയാർ ഇടുക്കി കണ്ട്. പന്നിയാറിൽ തന്നെ പന്നി കുത്തും എന്നങ്ങാണ് ഓർത്താൽ മതി. കൂത്തുങ്കൽ പന്നിയാർ ഇടുക്കി, അത് രണ്ടും ഓക്കെ. മാട്ടുപ്പെട്ടി പെരിയാർ ഇടുക്കി, ഇത് തെറ്റില്ലേ. ലോവർ പെരിയാർ കല്ലാർ ഇടുക്കി. പെരിയാർ കാണുമ്പോൾ കൊണ്ടുപോയി പെരിയാർ കറുപ്പിക്കല്ലേ. ലോവർ പെരിയാർ കല്ലാർ ഇടുക്കി. ക്ലിയർ ആയേ? ഒന്നുകൂടെ നോക്കിയേ, നമുക്ക് ഇടുക്കിയുടെ എല്ലാം കൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഇടുക്കി ചെങ്കുളം പള്ളിവാസൽ പന്നിയാർ. അപ്പുറത്തെ പേജിൽ വരുമ്പം ലോവർ പെരിയാർ മാട്ടുപ്പെട്ടി കൂത്തുങ്കൽ, ഇതെല്ലാം ഇടുക്കിയിലാണ്. പന്നിയാറിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പന്നിയാറും ഉണ്ട്, കൂത്തുങ്കൽ കുത്തും ഓർത്താൽ മതി, ഇത് പന്നിയാർ. ഇനി മാട്ടുപ്പെട്ടി പെരിയാർ ഇടുക്കി. മാട്ടുപ്പെട്ടി കൂടാതെ ഇടുക്കിയും പെരിയാർ നദിയിലാണ്, ഇടുക്കിയിലാണ്. ഇടുക്കി അണക്കെട്ടാണേ ജലവൈദ്യുത പദ്ധതി. ഇനി ലോവർ പെരിയാർ കല്ലാർ ഇടുക്കിയിലാണ്. ഇനി നോക്കിയേ, ഷോളയാർ ചാലക്കുടി നദി തൃശ്ശൂർ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഷോളയാർ ചാലക്കുടി നദി ഇടുക്കി. പെരിങ്ങൽകുത്തും ചാലക്കുടി നദി ഇടുക്കി. നോക്കിയേ, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഷോളയാർ ചാലക്കുടി നദി തൃശ്ശൂര്, പെരിങ്ങൽകുത്ത് ചാലക്കുടി നദി തൃശ്ശൂര്. ഇനി കുറ്റ്യാടിപ്പുഴ കോഴിക്കോട് അല്ലേ. കുറ്റ്യാടിപ്പുഴ കോഴിക്കോട്. ഷോളയാർ ചാലക്കുടി നദി തൃശ്ശൂര്, പെരിങ്ങൽകുത്ത് ചാലക്കുടി നദി തൃശ്ശൂര്, കുറ്റ്യാടിപ്പുഴ കോഴിക്കോട്. ഇതെല്ലാം പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ ആണ്. ഇനി വേണ്ടേ ഏറ്റവും കൺഫ്യൂഷൻ ഫാക്റ്റ് ആണ്. നല്ല വൃത്തിയായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യനുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നോ പള്ളിവാസൽ? അതുകൊണ്ടാണ് ആ നദിയൊക്കെ ചോദിച്ചിരിക്കുന്നത്. കണ്ടല്ലേ, പള്ളിവാസൽ മുതിരമ്പുഴ ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന ആ നദികൾ ചോദിക്കാൻ കാര്യം എന്താണ്? നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഇടുക്കി. ഇതാണ് 1940. നമ്മൾ ആ നദിയും കൂടെ ഇവിടെ എഴുതി പഠിക്കാം. മുതിരമ്പുഴ ചോദിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് നിങ്ങൾ ചോദിക്കും എന്തിനാ ആദ്യമേ അത് പറഞ്ഞു? ഇനിയിപ്പോൾ മനസ്സിലായല്ലോ. ഇങ്ങനെയൊക്കെ എടുത്ത് ചോദിക്കുമ്പം അവർ ചോദിച്ചു മടുക്കും. അതായത് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ചോദിച്ചു മടുക്കുമ്പോൾ അവർക്ക് ചോദിക്കാം എങ്കിൽ എന്നെ നദി ചോദിച്ചു കളയാം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ തീർച്ചയായിട്ടും നമ്മൾ മുതിരമ്പുഴ പഠിച്ചു വെച്ചിരിക്കണം. അന്നേരം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഇടുക്കി, 1940 മുതിരമ്പുഴയിൽ. ഇനി കേരളത്തിലെ ഏറ്റവും വലുത് ഇതെന്താണ്? ആദ്യത്തേത് എങ്കിലെന്താ? ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഇടുക്കി എവിടാണ്? പെരിയാർ നദിയിലല്ലേ?
ഇടുക്കിയാണ് നമുക്കറിയാം. അന്നേരം ആ നദിയും കൂടെ അതിൻ്റെ കൂടെ നമ്മൾ ഓർക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി പെരിയാർ നദിയിലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി നോക്കിയേ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം ഇടുക്കി. മൂലമറ്റം അങ്ങേയറ്റത്ത് ഭൂഗർഭം നിങ്ങൾ ഓർത്താൽ മതി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മൂലമറ്റം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി, ഇതെല്ലാം ജലവൈദ്യുതിയാണ്. ഇപ്പം കണ്ട ജലസേചനം എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കും വേണ്ടി ജലം വിതരണം ചെയ്യുന്നു. അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട, കൊല്ലം. കേരളത്തിലെ കൊല്ലം ജില്ലയിലുള്ളവരാണെങ്കിൽ നമ്മൾ ഉണക്ക് കാലത്ത് ഏറ്റവും കൂടുതൽ കനാലുകൾ വഴി വെള്ളമൊക്കെ വരാറില്ലേ? കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ്. അന്നേരം അത് നോക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട, കൊല്ലമാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ, പാലക്കാട്. നമ്മൾ നേരത്തെ ഒന്ന് കണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ, പാലക്കാട്. റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ ഇടയ്ക്ക് നമ്മൾ വീണ്ടും എഴുതി പോകുന്നത്. അന്നേരം കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ, പാലക്കാട്. ഒന്ന് നോക്കിയേ ഈ പോയിന്റ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ, ഇടുക്കി. അത് മുതിരമ്പുഴ ജില്ലയാണ്, നേരത്തെ കണ്ടു. നമ്മൾ ഒന്നുകൂടെ പഠിക്കുന്നു. വർഷം കൂടെ ഒന്ന് നോക്കുക. 1940. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചാൽ മൂലമറ്റം, ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട, കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ, പാലക്കാട്. അടുത്ത ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച, ഈ പേജുകളിൽ എഴുതിയിരിക്കുന്ന എല്ലാം വളരെ കൃത്യം. മറ്റേ നമ്മുടെ മനസ്സിലുണ്ട്. ഈ പേജുകളിൽ കൃത്യമായിട്ട് ഒന്നുകൂടെ പഠിക്കണം. കൺഫ്യൂഷൻ ഫാക്ടർ ഒരുപാടുണ്ട്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി മീൻവെല്ലം. നോക്കിയേ, എല്ലാം നായുടെ ഒരു കളിയാണ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി മീൻവെല്ലം. പിന്നെ അത് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്, നദി തൂതപ്പുഴ. എല്ലാം കൂടെ ഒന്ന് ചെയ്തായിരുന്നു. പക്ഷെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതി ഇങ്ങനെ ക്വസ്റ്റ്യൻ വൈസ് എഴുതിയതേ ഉള്ളൂ. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി ഏതാണ്? മീൻവെല്ലം, തൂതപ്പുഴ, പാലക്കാട്. മീൻവെല്ലം, തൂതപ്പുഴ, പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി, ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച മിനി ജലവൈദ്യുത പദ്ധതി. ഇനി സ്വന്തമായി വൈദ്യുത വിതരണമുള്ള കേരളത്തിലെ കോർപ്പറേഷൻ. സ്വന്തമായി വൈദ്യുത വിതരണമുള്ള കേരളത്തിലെ കോർപ്പറേഷനാണ് തൃശ്ശൂര്. ഈ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് അല്ലേ? സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം, ഇടുക്കിയാണ്. കാരണം ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ. എന്നിട്ട് അവർക്ക് അങ്ങനെ ഒരു സംരംഭം കൂടെ തുടങ്ങാൻ പറ്റി. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം. ഇനി കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം കണ്ണൻ ദേവൻ കമ്പനി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ച വ്യവസായ സംരംഭം ഏതെന്ന് ചോദിച്ചാൽ ഇതാണ് കണ്ണൻ ദേവൻ കമ്പനി. ഇനി സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ. ഇതൊക്കെ കൺഫ്യൂഷൻ ഫാക്റ്റിലേക്കാണ് നമ്മൾ അടുത്ത പോകുന്നത്. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ 2 എണ്ണം ഉണ്ട്. ഒന്ന് മണിയാർ, പത്തനംതിട്ട. 2 കൂത്തുങ്കൽ, ഇടുക്കി. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ 2 എണ്ണം ഏതൊക്കെയാണ്? മണിയാർ, പത്തനംതിട്ടയുണ്ട്, കൂത്തുങ്കൽ, ഇടുക്കിയുണ്ട്. അന്നേരം കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ മണിയാർ, പത്തനംതിട്ട, കൂത്തുങ്കൽ, ഇടുക്കി. അതില് സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാർ. സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറും സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലുത് ചോദിച്ചാൽ ഏതാണ്? കൂത്തുങ്കൽ, രാജാക്കാട്, ഇടുക്കി. തിരിഞ്ഞു പോകല്ലേ. ആദ്യത്തേത് മണിയാർ സ്വകാര്യ മേഖലയിലെ, ഏറ്റവും വലുത് കൂത്തുങ്കൽ, ഇടുക്കി. ഇനി പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ. മുമ്പേ നമ്മൾ ജലവൈദ്യുത പദ്ധതികൾ കുറേ പഠിച്ചില്ല. അത് തന്നെ ഇങ്ങോട്ട് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ അവിടെ പാലക്കാട് ജില്ല ഉണ്ട്. ഇവിടം വരെ നമ്മൾ പാലക്കാട് കൊടുത്തിരിക്കുന്നു. ഇവിടം വരെ ഭാരതപ്പുഴയും കിടപ്പുണ്ട്. ഇത് നമുക്കൊന്ന് കാണാൻ പഠിച്ചു നോക്കാം. പാലക്കാട് ജില്ലയിലെ അണക്കെട്ടുകൾ മലമ്പുഴ, മംഗലം, ചുള്ളിയാർ, പോത്തുണ്ടി, വാളയാർ, പറമ്പിക്കുളം.
നിങ്ങൾക്ക് ഇതെല്ലാം മറന്നു പോകണമെങ്കിൽ വാളയാർ ചെക്ക് പോസ്റ്റ് പാലക്കാട് നമുക്കറിയാമല്ലോ. വാളയാർ ചെക്ക് പോസ്റ്റ് വഴി പോത്തുകളെ കടത്തും നോക്കി, പോത്തുണ്ടി, അതിനോട് കുറച്ച് ചുള്ളിയും കൂടി ഇട്ടിരിക്കും നോക്കുക. ഓക്കെ, പിന്നെ മലമ്പുഴ പാലക്കാടെന്നറിയാം. പിന്നെ മംഗലം, പുഴയിൽ കലവിട്ട് മുക്കുമെന്ന് ഓർത്തുക. വേണമെങ്കിൽ അങ്ങനെ പഠിക്കാം, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. മലമ്പുഴ, മംഗലം, മംഗലത്തിൻ്റെ അടി ചുള്ളി വെക്കുമെന്ന് ഓർത്താലും മതി. എങ്ങനെയായാലും ചുള്ളിയാർ നമ്മുടെ കൈ കിട്ടിയിരിക്കണം. ചുള്ളിയാർ, പോത്തുണ്ടി, വാളയാർ, പിന്നെ പറമ്പിക്കുളവും ഉണ്ട്. ഈ വാളയാർ വരെ എല്ലാം ഭാരതപ്പുഴയിലാണ് അല്ലേ? മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴ, മംഗലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴ. നമ്മൾ അങ്ങനെ പഠിക്കുന്നതിന് വരെ നമ്മൾ എളുപ്പം പഠിക്കുന്നു. മലമ്പുഴ, മംഗലം, ചുള്ളിയാറ്, പോത്തുണ്ടി, വാളയാറ്, പറമ്പിക്കുളം എല്ലാം പാലക്കാട് ജില്ലയിൽ. പറമ്പിക്കുളം ഒഴിച്ച് ബാക്കിയെല്ലാം ഭാരതപ്പുഴയിലും, പറമ്പിക്കുളം പ്രോപ്പർ പറമ്പിക്കുളം നദിയിൽ. പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേട്ടിട്ടില്ലേ? അന്നേരം പറമ്പിക്കുളം പാലക്കാട്. ഓക്കെ, ക്ലിയർ ആയി? അന്നേരം അത് എളുപ്പം പഠിച്ചേ. ഇനി ചോളയാർ, ചാലക്കുടി പുഴ, തൃശ്ശൂർ. മുമ്പേ നമ്മൾ ജലവൈദ്യുത പദ്ധതിയുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ടത് പഠിച്ചു. ചോളയാർ, ചാലക്കുടി പുഴ, തൃശ്ശൂർ. അതിനോടൊപ്പം തന്നെ നമ്മൾ കിട്ടിയതാണ് പെരിങ്ങൽകുത്തും, ചാലക്കുടി പുഴ, തൃശ്ശൂർ. ഓക്കെ, തൃശ്ശൂർ ഒരു അണക്കെട്ടുണ്ട്, പീച്ചി മണലിപ്പുഴ, തൃശ്ശൂർ. പീച്ചി അണക്കെട്ട്, മണലിപ്പുഴ, തൃശ്ശൂർ. ഇങ്ങനെ മണലിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പം വെള്ളം പീച്ചി പോകുമെന്ന് ഓർത്താൽ മതി, തൃശ്ശൂർ. അന്നേരം പീച്ചി, മണലിപ്പുഴ, തൃശ്ശൂർ. തെമ്മല പരപ്പാർ ഡാം എവിടാണ്? കല്ലട, കൊല്ലം. കല്ലടയാറ്, കൊല്ലം. തെമ്മല കൊല്ലമാണെന്നറിയാം. അതിനോട് പരപ്പാർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടാണ്? നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ വാർത്തയ്ക്ക് പരപ്പാർ അണക്കെട്ടിലെ, തെമ്മല അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു കൊല്ലം ജില്ലയിൽ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ? അന്നേരം അങ്ങനെയൊക്കെ നമുക്ക് കൂടെ അതൊക്കെ ഓർത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അതൊക്കെ തെമ്മല, പരപ്പാറ്, കല്ലടയാർ, കൊല്ലം. ഇനി നോക്കിയേ, അരുവിക്കര, പേപ്പാറ്, കരമന, തിരുവനന്തപുരം. അരുവിക്കരയും പേപ്പാറും, കരമന, തിരുവനന്തപുരം. ഈ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? കരമന, തിരുവനന്തപുരം അല്ലേ? പേപ്പാറ, കരയിൽ പാറയെന്നും കൂടെ ഓർത്താൽ മതി. അരുവിക്കര, പേപ്പാറ്, കരമന, തിരുവനന്തപുരം. നെയ്യാർ, തിരുവനന്തപുരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തെക്കേറ്റത്തുള്ള അതിനകത്തൊക്കെ നമ്മൾ പൈസനിപ്പുഴ, ചന്ദ്രഗിരി പുഴയൊക്കെ നമ്മൾ കിട്ടിയ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞ തെക്കേറ്റത്തുള്ള നദി, വടക്കേറ്റത്തുള്ള നദി നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്. അതിനകത്ത് നെയ്യാർ അവിടെ തന്നെ ഉണ്ട്. നെയ്യാർ നദിയിൽ തിരുവനന്തപുരം, നെയ്യാർ ഡാം, നെയ്യാർ, തിരുവനന്തപുരം. മുമ്പേ നമ്മൾ കണ്ടതാണ് കുറ്റിയാടി പുഴ, കോഴിക്കോട്. നേരം കുറ്റിയാടിപ്പുഴ, കോഴിക്കോട്. അടുത്ത കക്കി, പമ്പ, പത്തനംതിട്ട. കക്കി എവിടാണ്? പമ്പ, പത്തനംതിട്ട. ഓക്കെ, അടുത്ത അണക്കെട്ട് നോക്കിയേ. ഇടുക്കി പെരിയാർ നദിയിലെ കുറച്ച് അണക്കെട്ടുകൾ. ഇടുക്കി, കുണ്ടള, മാട്ടിപ്പെട്ടി, നേര്യമംഗലം, ചെറുതോണി. ഏതൊക്കെയാണ് ഇടുക്കിയിൽ? ഇടുക്കിയുണ്ട്, കുണ്ടളയുണ്ട്, മാട്ടുപ്പെട്ടി, നേര്യമംഗലം, ചെറുതോണി. ഒന്നുകൂടെ നോക്കിയേ, ഇടുക്കി, കുണ്ടള, മാട്ടുപ്പെട്ടി, നേര്യമംഗലം, ചെറുതോണി. എല്ലാം പെരിയാർ നദിയിൽ ഇടുക്കിയിലാണ്. ഒന്നുകൂടെ നോക്കിയേ, ഇടുക്കി, കുണ്ടള, മാട്ടുപ്പെട്ടി, നേര്യമംഗലം, ചെറുതോണി. ഇതെല്ലാം പെരിയാർ നദിയിൽ ഇടുക്കിയിലാണെങ്കിൽ പഴശ്ശി ഡാം, വളപട്ടണം പുഴ, കണ്ണൂർ. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, എല്ലാം പ്രധാനപ്പെട്ടതാണ്, പക്ഷെ വേറിട്ട് നിൽക്കുന്നതെന്നാണ്? പഴശ്ശി ഡാം, വളപട്ടണം പുഴ, കണ്ണൂർ ജില്ലയിൽ. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴ, കണ്ണൂർ. ഓക്കെ, പഴശ്ശി മ്യൂസിയം ഉണ്ട്, അത് കോഴിക്കോടാണ്. ഒരു കൺഫ്യൂഷൻ ഫാക്ട് അതിൻ്റെ കൂട്ടിരുന്നോട്ടെ. പഴശ്ശി മ്യൂസിയം, കോഴി മ്യൂസിയം എന്ന് ഓർത്താൽ മതി. ഡാം കണ്ണൂരാണെങ്കിൽ മ്യൂസിയം എവിടാണ്? കോഴിക്കോടാണ്. ഓക്കെ, നമ്മളൊരു കൺഫ്യൂഷൻ ഫാക്ട് പഠിച്ചു പോകും. നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഒരുപാട് ക്വസ്റ്റ്യനുകൾ വരുന്നുണ്ട്. എനിക്കറിയാം, നിങ്ങളുടെ കഴിഞ്ഞ പരീക്ഷകൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതൊക്കെ അവിടെ വരുന്നുണ്ട്. അതിനായിട്ട് ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള കേരളത്തിലെ നദിയാണ് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജലവൈദ്യുത പദ്ധതി, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത ഉൽപ്പാദനത്തിലും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാമാണ്. പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ കല്ലടയാർ കൊല്ലം ജില്ലയിലെ, ശബരിഗിരി, പമ്പ പത്തനംതിട്ട ജില്ലയിലെ, ഇടുക്കി പെരിയാർ ഇടുക്കിയിലാണ്, ചെങ്കുളം, മുതിരമ്പുഴ, പള്ളിവാസൽ മുതിരമ്പുഴയിലാണ്, ഇടുക്കി ജില്ലയിലാണ്, പന്നിയാർ ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്.
ഇനി ലോവർ പെരിയാർ കല്ലാർ ഇടുക്കിയിലാണ്. മാട്ടുപ്പെട്ടി പെരിയാർ ഇടുക്കിയിലാണ്. കൂത്തുങ്കൽ പന്നിയാർ ഇടുക്കിയാണ്. ഷോളയാർ ചാലക്കുടി നദി തൃശ്ശൂര്. പെരിങ്ങൽകുത്ത് ചാലക്കുടി നദി തൃശ്ശൂര്. കുറ്റ്യാടിപ്പുഴ കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ. ഇനി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ഇടുക്കി 1940 മുതിരമ്പുഴ. അത് നമ്മൾ എഴുതിയിട്ടിരിക്കുകയാണ് മുതിരമ്പുഴ. അത് ചോദിച്ചിട്ടുള്ളതിന്റെ പ്രാധാന്യം എന്നതുകൊണ്ട് എഴുതിയിട്ടിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി പെരിയാറാണ്. നമ്മൾ നേരത്തെ കണ്ടതാണെങ്കിൽ ഒന്നുകൂടെ പെരിയാർ എഴുതിയിടുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മൂലമറ്റം ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ പാലക്കാട്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി മീൻവല്ലം പദ്ധതി. മീൻവല്ലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ്. സ്വന്തമായി വൈദ്യുതി വിതരണമുള്ള കേരളത്തിലെ കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ജസ്റ്റ് ഒന്നുകൂടെ തിരിഞ്ഞു വരികയാണ്. മീൻവല്ലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ തൂതപ്പുഴയിലെ. പ്രാധാന്യം ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതി. നെക്സ്റ്റ്, സ്വന്തമായി വൈദ്യുത വിതരണമുള്ള കേരളത്തിലെ കോർപ്പറേഷൻ തൃശ്ശൂര്. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് മാങ്കുളം എവിടാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം കണ്ണൻദേവൻ. സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളാണ്. കേരളത്തിൽ 2 സ്വകാര്യ ജലവൈദ്യുത പദ്ധതികളുണ്ട്. മണിയാറും ഉണ്ട്, കൂത്തുങ്കൽ. മണിയാർ പത്തനംതിട്ടയിലും കൂത്തുങ്കൽ ഇടുക്കി ജില്ലയിലുമാണ്. അതിൽ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി മണിയാറും, സ്വകാര്യ മേഖലയിൽ ഏറ്റവും വലുത് ചോദിച്ചാൽ കൂത്തുങ്കൽ ഇടുക്കി. പ്രോപ്പർ സ്ഥലം രാജാക്കാട് പറയുന്നു. അടുത്ത പ്രധാന അണക്കെട്ടുകൾ, അതിൽ നമ്മൾ പാലക്കാടുള്ളതെല്ലാം പറയുന്നു. മലമ്പുഴ, മംഗലം, ചുള്ളിയാറ്, പോത്തുണ്ടി, വാളയാർ, പറമ്പിക്കുളം. ഇതെല്ലാം പാലക്കാട് ജില്ലയിലാണ്. അതിൽ പറമ്പിക്കുളം ഒഴിച്ച് ബാക്കി മലമ്പുഴ, മംഗലം, ചുള്ളിയാർ, പോത്തുണ്ടി, വാളയാർ എല്ലാം ഭാരതപ്പുഴയിലും പറമ്പിക്കുളം നദിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഷോളയാർ ചാലക്കുടി തൃശ്ശൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി നദി തൃശ്ശൂരിലും. അടുത്ത പെരിങ്ങൽകുത്ത് ചാലക്കുടി തൃശ്ശൂരിലാണ്. പീച്ചി മണലിപ്പുഴ തൃശ്ശൂരിൽ സ്ഥിതി ചെയ്യുന്നു. തെമ്മല പരപ്പാർണ കല്ലടയാർ കൊല്ലം ജില്ലയില്. അരുവിക്കരയും പേപ്പാറയും കരമന തിരുവനന്തപുരം ജില്ലയില്. നെയ്യാർ തിരുവനന്തപുരം. കുറ്റ്യാടി കോഴിക്കോട്. കക്കി പമ്പ പത്തനംതിട്ട. ഇനി ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി, കുണ്ടള, മാട്ടുപ്പെട്ടി, നേര്യമംഗലം, ചെറുതോണി എല്ലാം പെരിയാർ നദിയിലും ഇടുക്കിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളവട്ടണംപുഴ തൃശ്ശൂർ. നമ്മളൊരു കൺഫ്യൂഷൻ ഫാക്ടർ പഠിച്ചു. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതിന് എന്തായാലും അടുത്ത പരീക്ഷയും ക്വസ്റ്റ്യൻ കണ്ടിരിക്കും. നമ്മൾ ഇതുവരെ ചെയ്ത മുൻപത്തെ വീഡിയോകളിൽ നിന്ന് 10-11 ക്വസ്റ്റ്യനുകളാണ് കഴിഞ്ഞ പരീക്ഷകളിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന് തെളിവ് സഹിതമുണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. തീർച്ചയായും നിങ്ങളുടെ അടുത്ത പരീക്ഷയ്ക്ക് 1-2 ക്വസ്റ്റ്യനുകൾ ഇവിടുന്ന് കിട്ടും. എല്ലാം ഇവിടുന്ന് കിട്ടട്ടെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. എല്ലാം നമ്മൾ നിങ്ങളുടെ അടുത്ത പരീക്ഷയ്ക്ക് മുമ്പ് അടുത്തൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെയുള്ള അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കണ്ടന്റുകളും ഉണ്ടായിരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി അവസാനം വരെ കാണാൻ ശ്രമിക്കുക. CSEB അടുത്ത എക്സാമിന് കാണാം. ഓക്കെ.